നമസ്കാരം. 1 കിലോ ചിക്കന് 1000 രൂപയും 1 ലിറ്റർ പാലിന് 250 രൂപയുമുള്ള ഒരു രാജ്യം. രാത്രി 9 മണി കഴിഞ്ഞാൽ ഗ്രാമങ്ങളിൽ വൈദ്യുതിയില്ല. ആട്ടയ്ക്ക് കിലോയ്ക്ക് 400 രൂപ, പഞ്ചസാരയ്ക്ക് 200. ചായപ്പൊടി ഇല്ലാതെ ജനം ചായ കൂടി നിർത്തി. 280 ഗ്രാം ചെറുനാരങ്ങയ്ക്ക് 234 രൂപ, നെയ്യ് കിലോഗ്രാമിന് 2895 രൂപ, പെട്രോൾ ലിറ്ററിന് 252 രൂപ. ഇതുപോലെ വിലക്കയറ്റമുള്ള ഒരു രാജ്യത്തെ ഭൂമിയിലെ നരകമെന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ അതിലൊരു തെറ്റുമില്ല. പാപ്പരായതിനെ തുടർന്ന് ലോകബാങ്കിൽ നിന്നുമൊക്കെ കടമെടുത്തും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സഹായം വാങ്ങിയൊക്കെയുമാണ് പാകിസ്ഥാൻ തട്ടിമുട്ടി കടന്നു പോകുന്നത്. IMFിൻ്റെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായ മലയാളിയായ ഗീത ഗോപിനാഥ് തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ചാണ് ലോകബാങ്ക് പാകിസ്ഥാനെ സഹായിക്കുന്നത്. എന്നാൽ കരുതൽ നാണയശേഖരം കുത്തനെ ഇടിഞ്ഞ പാകിസ്ഥാന് ഈ സഹായമൊന്നും പോരാ. ചൈനയിൽ നിന്നും ഗൾഫ് നാടുകളിൽ നിന്നും വരെ അവർ വലിയ തോതിൽ വായ്പ എടുത്തിട്ടുണ്ട്. എന്നിട്ടും രക്ഷയില്ല. അമേരിക്കയിൽ നിന്നുള്ള വലിയ സഹായത്തിനാണ് ഇപ്പോൾ അവർ ലക്ഷ്യമിടുന്നത്. അതിന് സ്വീകരിച്ചിരിക്കുന്ന വഴിയാകട്ടെ ഇതുവരെയുള്ള പാകിസ്ഥാൻ്റെ സകല രാഷ്ട്രീയ മത നിലപാടുകൾക്കും എതിരാണ്. ഗാസയിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ISFിൻ്റെ അഥവാ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൻ്റെ ഭാഗമായി പാക് ആർമി മാറുക എന്നതാണ് അത്. അതായത് ചുരുക്കത്തിൽ ഗാസയിലെത്തുന്ന പാക് സൈന്യത്തിന് ഹമാസിനെതിരെ പോരാടേണ്ടി വരും. കടുത്ത ഹമാസ് അനുകൂലികളായ പാകിസ്ഥാനിൽ ഇത് കലാപ സമാനമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. 2 വർഷത്തിലേറെയായി ഇസ്രയേലി സൈനിക ബോംബാക്രമണത്തിൽ തകർന്ന ഫലസ്തീൻ പ്രദേശത്ത് പുനർനിർമ്മാണത്തിനും സാമ്പത്തിക വീണ്ടെടുക്കലിനും വേണ്ടിയുള്ള പരിവർത്തന കാലയളവ് മേൽനോട്ടം വഹിക്കാൻ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരെ ഉൾക്കൊള്ളുന്ന ഒരു ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് സ്ഥാപിക്കുക എന്നത് അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള ഗാസ സമാധാന കരാറിലെ പ്രധാന നിർദ്ദേശമാണ്. ഇതിലാണ് പാക് ആർമിയും പങ്കാളിയാവുന്നത്. ഗാസയിലേക്ക് സൈന്യത്തെ വിന്യസിക്കുന്നതിന് പകരമായി US-ൽ നിന്ന് ദീർഘകാല സാമ്പത്തിക സഹായം പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ പട്ടിണി മാറ്റാൻ സ്വന്തം സൈനികരെ ഗാസയിലേക്ക് കയറ്റിവിടാനുള്ള തന്ത്രമാണ് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും തയ്യാറാക്കുന്നതെന്ന് പാകിസ്ഥാനിലെ പ്രമുഖ പത്രമായ ദ ഡോൺ തന്നെ പറയുന്നു. പാകിസ്ഥാൻ ഗാസ സമാധാന സേനയിൽ ചേരാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അമേരിക്ക അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും US ഇതിനകം പറഞ്ഞിട്ടുണ്ട്. ഇതിനുള്ളിൽ പാകിസ്ഥാനുള്ളിലെ എതിർപ്പ് നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആളുകൾക്കെതിരെ പോരാടാൻ നമ്മുടെ സൈന്യത്തെ നിയമിക്കുന്നുവെന്ന് പറഞ്ഞ് പാകിസ്ഥാനിലെ മതമൗലികവാദികൾ അസീം മുനീറിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അതിനിടെ പാകിസ്ഥാൻ കൂലിപ്പട്ടാളത്തെ ഇതിനായി റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട് എന്ന ആരോപണമുണ്ട്. അതായത് പകുതി പേർ ആർമിയും പകുതി കൂലിക്ക് ജോലി ചെയ്യുന്നവരുമായിരിക്കും. ആർമിയിൽ പോലും വെള്ളം ചേർക്കേണ്ട ഗതികേടിലാണ് പാകിസ്ഥാൻ നീങ്ങുന്നത്. പക്ഷേ ഗാസയിലെ സേന എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ അന്തിമ രൂപമായിട്ടില്ല. സേനയുടെ ഘടന, ആസൂത്രണം, ചട്ടക്കൂട്, നിയമങ്ങൾ എന്നിവ ചർച്ച ചെയ്യുന്നതിനായി ഒരു ഉന്നതതല യോഗം ഉടൻ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസീം മുനീറും US സെൻട്രൽ കമാൻഡറും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കുമെന്ന് News 18 റിപ്പോർട്ട് ചെയ്യുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി പ്രത്യേക നയതന്ത്ര ചർച്ചകളും നടക്കും. റിപ്പോർട്ടുകൾ പ്രകാരം ഒരു മുതിർന്ന US ഉദ്യോഗസ്ഥനും ഒരു പ്രതിരോധ പ്രതിനിധി സംഘവും ഉടൻ തന്നെ പാകിസ്ഥാൻ സന്ദർശിച്ചേക്കാം. കൂടാതെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പാകിസ്ഥാൻ സന്ദർശിക്കുമെന്നും കരുതപ്പെടുന്നു. പക്ഷേ അതിനിടെ തന്നെ ഗാസയിലേക്ക് സൈന്യത്തെ അയക്കുന്നതിനെതിരെ പാകിസ്ഥാനിൽ വലിയ വികാരമുയരുകയാണ്. US-ന്റെ ആവശ്യത്തിനൊപ്പം നിന്നാൽ രാജ്യത്ത് വലിയ ആഭ്യന്തര പ്രതിഷേധമുണ്ടാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പാക് സൈനിക മേധാവി അസീം മുനീർ ഇതുവരെ നേടിയെടുത്ത അധികാരങ്ങളുടെ ഏറ്റവും കഠിനമായ പരീക്ഷണത്തെയാണ് നേരിടുന്നത്.